നോക്കിയാലും ഉണ്ണേ അഞ്ഞ ആൾക്കാർ കാണാനല്ലേ. എന്താ അതിന്റെ അടിയിൽ പോയി നോക്കണം. എന്താണോ വേണ്ട നോക്കുക. ഇങ്ങോട്ട് വായ ഉണ്ണിയെ ഇങ്ങോട്ട് പോരാ. ആൾക്കാർ ഇത് കുറെ കാണാൻ അടിയുക അടിയുക. സുമേഷേട്ടാ ഇങ്ങനെ എന്തിനപ്പ അത് നോക്കണം. പുറത്തുനിന്ന് വന്നവര് കാണട്ടെ. നമ്മളിവിടെ ഉള്ള ആൾക്കാരല്ലേ. നിങ്ങൾക്ക് പിന്നെ കാണാലോ. ഇവിടെ പോന്നോളി. ഇങ്ങോട്ട് പോന്നോളി. കുഴപ്പമൊന്നുമില്ല. സുബ്ഹാനല്ലാഹി അതെ ഇനി ഇങ്ങോട്ട് വരാൻ കണ്ട നിങ്ങൾ കായ് അവിടെ വെച്ചോളി. സുബ്ഹാനല്ലാഹി ഇതെന്താണിത്? അപ്പൊ കണ്ടില്ലപ്പ നിങ്ങള്. ഇതിപ്പോ നാനാ ഭാഗത്തുനിന്ന് ആൾക്കാർക്ക് കാണാനായിട്ട് പടച്ച റബ്ബിന്റെ എന്തൊക്കെ കുതിർത്തുണ്ട്. എന്റെ സുമേഷേട്ടാ പഴയ കാലത്ത് പടച്ച റബ്ബ് മൂസാ നബിക്ക് ഒരു കൈ കൊടുത്ത എന്താ വെച്ചണ്ട ഒരു വടി. ആ വടി നിലത്തട്ട അത് അപ്പൊ അങ്ങോട്ട് പാമ്പാവും. അപ്പൊ അങ്ങനത്തെ അതേമാതിരി ഈസാ നബിക്ക് കൊടുത്തിട്ടുള്ള കറാമത്ത് അത് എന്താ വെച്ചാൽ ഈ കുഷ്ഠരോഗികളെ ചികിത്സിക്കുക. അതേമാതിരി കണ്ണ് കാണാത്ത ആൾക്കാർക്ക് കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ പടച്ചവന്റെ അനവധി കുതിർത്തുകൾ ഉണ്ടായിട്ടുണ്ട്. റബ്ബേ ഇപ്പൊക്ക് 10 വയസ്സക്ക് ഗതിയില്ലാണ്ട് എന്റെ കുടുംബത്ത് കുത്തിരിക്കണ നേരത്ത് 10 കായ്ക്ക് കിട്ടാനും ഈ നാട്ടുകാർക്ക് ഒരു കാഴ്ച ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഒരു കുതിർത്തായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ പറയാ അതിനൊക്കെ. ഒക്കെ മയ്യത്തായിട്ട് കാലത്രയായി. ഇതിപ്പോ ഒന്നല്ല കിയാമത്ത് നാളെടുക്കാറായി എന്നാ പറയുന്നത്. പല പല കാഴ്ചകളല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കണത്. ഭൂമി കുലുങ്ങലും വെള്ളം കയറലും സുനാമി എന്നൊക്കെ പറഞ്ഞിട്ടേ ഇതിപ്പോ എന്താന്നറിയില്ല. പടച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോ ഹറാമത്തും ഓരോ കുതിരത്തൊക്കെ. അത്ഭുതപ്പ ഇതൊക്കെ തന്നെ ഇവിടുത്തെ അത്ഭുതം. അതാ കണ്ടു നോക്ക്. സത്യം അതപ്പ കൂട്ടാനാണ് ആ കിടക്കണത്. ഉണ്ടോ? അല്ലാതെ പെണ്ണുങ്ങൾക്ക് തൊടാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. നോക്കിട്ട് അവിടെ തന്നെ വെച്ചോളൂ. പടച്ചോന്റെ പോലെ ഇതല്ലേ. എന്തിനാ പായക്കെടുത്ത് പൊന്തിക്കണേ? എന്താ തൊട്ട് നോക്കണേ? ഈ ചോറും ഞാൻ വന്നാ വേണ്ടാത്ത അസുഖങ്ങൾ വലിച്ചു വെക്കണ്ട. അതും ഇതൊക്കെ കാട്ടി കൂട്ടിയിട്ട്. അല്ല കോയക്ക ഇതിപ്പോ എന്താ കഥ? കഥ എന്ന് ചോദിച്ചാ എന്റെ ചാമള കഥ ഒക്കെ വലിയ കഥ തന്നെയാണ്. ആ ഇരിക്കണ വള കണ്ടില്ലേ? അത് സൂറാടെ വളയണായി. വെള്ള കളറായി. പറഞ്ഞുതരാം. ഓൾക്കൊരു പരാതി ഉണ്ടല്ലോ. ഓളുടെ സ്വർണ്ണൊക്കെ എടുത്തിട്ടാണ് ഇവിടെ കരീമ് ഗൾഫിലേക്ക് പോയി എന്നൊക്കെയാണല്ലോ ഓളുടെ പരാതി. എപ്പോഴും ബാപ്പ പറഞ്ഞിട്ടാണ് നിന്റെ സ്വർണ്ണൊക്കെ ഉണ്ടായിരുന്ന സ്വർണ്ണൊക്കെ ഞാൻ അടുത്ത് ഊരി കൊടുത്തത്. ഇപ്പൊ അതൊക്കെ കൊണ്ടുപോയി ഇപ്പൊ ഒരു സ്വർണ്ണിട്ട് എടുത്തു തരുന്നില്ല. വീട്ടിലേക്ക് പോകാൻ പറ്റണില്ല. അതാണ് അവളുടെ എന്താ കുടുംബത്ത് കല്യാണമൊക്കെ ഉണ്ട് ഇപ്പൊ. അതിന്റെ ഞാനൊന്നും ഉണ്ടോ ചാന്നും ഉണ്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇവളുണ്ട് ഇങ്ങനെ പാഞ്ഞോണ്ട് ഇങ്ങട് വരണ എന്റെ അടുത്തേക്ക്. വാപ്പ നിങ്ങൾ ഇങ്ങോട്ട് ഓടി വരെ ഇങ്ങോട്ട് നോക്ക്. എന്റെ വള കണ്ടില്ലേ? എന്റെ സ്വർണ്ണം നോക്കിയപ്പോ എന്താ സ്വർണത്തിന്റെ വളൊക്കെ ഉണ്ട് വെള്ള കളറ്. ഞാൻ ഇവളിങ്ങനെ കിടന്ന് കരയുണ്ട്. ഞാൻ നോക്കിയപ്പോ ഉണ്ട് അടുപ്പത്ത് കൂട്ടാൻ അങ്ങനെ കിടന്ന് തിളക്കണ്ട്. ഞാൻ പറഞ്ഞു ഇജ്ജെന്ത് പണിയാടേ കാട്ടിയത്? ഇവിടെ വെറുതെ കായ് ഇങ്ങനെ ചിലവാണ്. ആ ഗ്യാസ് ഒന്നും ഓഫ് ആക്കാറുന്നില്ല എനിക്ക് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വാപ്പ എന്താ പറഞ്ഞത്? നേരെ എത്രയായി കൂട്ടാൻ വെച്ചിട്ട്? ഇപ്പൊ സമയം എത്ര അയച്ചിട്ടാ? ഗ്യാസൊക്കെ എപ്പോ ഓഫ് ചെയ്താന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഗ്യാസ് കത്തണമൊന്നുമില്ല. കൂട്ടാൻ അങ്ങനെ കിടന്ന് തിളക്കണുണ്ട്. അപ്പൊ എന്തോ ഒരു കളി ഇവിടെ പടച്ചോന്റെ നടക്കണുണ്ട് നിക്ക് മനസ്സിലായി. എന്റെ പൊന്നാര മാളെ അപ്പ തുടങ്ങിയ തേളയാണ് ആ കൂട്ടാൻ. ഇപ്പൊ ഏതൊക്കെ രാജ്യത്തുനിന്ന സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കാണിച്ചിട്ടാ അത്രക്ക് ഇതായി. അല്ല ഇജ്ജ എവിടെ ആയിരുന്നു? ഇത് ഇന്നലെ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വരണേ. എന്തൊക്കെ ഞാനിത് വന്ന വഴിക്കൊക്കെ ആൾക്കാര് പറയുന്നുണ്ട് ഇവിടെ സംഭവം ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് വരാനൊക്കെ ഉണ്ടേ. ഇന്നലെ വീട്ടില് വേറൊരു പുകില്. ഉച്ചക്ക് ഊണും കഴിഞ്ഞിരുന്ന മനുഷ്യനാ പെട്ടെന്ന് സുഖമില്ലാതായി. വയറിളക്കം. അതെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ട് ചെന്നത്. അവിടെ കിടക്കാൻ പറഞ്ഞു ഡോക്ടർ. ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യേ. ഇതൊന്നൊരു ഇത്തിരി കൂട്ടാർത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് അങ്ങോട്ട് വായിലേക്ക് വെച്ചു കൊടുക്ക. ഇപ്പൊ ഒന്നും കഴിച്ചൂടാ.
അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 2 ദിവസം കഴിയട്ടെ. എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്നാ ഞാനും കൂടി ചെല്ലട്ടെ. എന്നാലും ഉച്ചക്ക് ഇട്ടെറിഞ്ഞിട്ട് പോയത് ആകെ അലങ്കോലായിട്ട് കിടക്കാം ഇവിടെ. ശരി ശരി. ഇനി ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മൊത്തം ഇട്ടിട്ടുണ്ട്. ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. ആയിക്കോട്ടെ, കാണട്ടെ. കാണാത്തവരൊക്കെ വന്ന് കാണട്ടെ.